Welcome to DSOC Market, India's first digitalized social controlled social മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. എന്താണ് ഡിസോക് മാർക്കറ്റ് എന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് മാർക്കറ്റിംഗ്, അതുപോലെ എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നും അതിന്റെ കുറച്ച് ബേസിക് ടോപ്പിക്സ് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് ഡിസോക് മാർക്കറ്റ് എന്താണെന്ന് നോക്കി കാണാം. എന്താണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി? എന്റെ കാഴ്ചപ്പാടിൽ ബിസിനസ് എന്ന് പറയുന്നത് ജസ്റ്റ് എ സൊല്യൂഷനാണ്. അതായത് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ. അതൊരു പ്രോഡക്റ്റ് ആകാം, ഒരു സർവീസ് ആകാം, അതല്ലെങ്കിൽ ഒരു ഐഡിയ ആകാം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന അങ്ങനെ ഒരു സൊല്യൂഷനെയാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ, ഒരുപാട് സർവീസുകൾ, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ ഒരു പ്രോബ്ലം എത്ര പേരെ ബാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ആ ബിസിനസിന്റെ വ്യാപ്തി നിർണ്ണയിക്കുന്നത്. അതായത് ഒരു 100 ആൾക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്, സർവീസ് ഓർ ഐഡിയ ആവശ്യമായി വരുന്നത് ആ 100 വ്യക്തികൾക്ക് മാത്രമായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം 1,00,000 പേരുടെയോ അല്ലെങ്കിൽ ഒരു മില്യൺ അല്ലെങ്കിൽ 1 ബില്യൺ വ്യക്തികളുടെയോ സോൾവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സർവീസ് ഓർ പ്രോഡക്റ്റ് ആവശ്യമായി വരുന്നത് ആ 1,00,000 അല്ലെങ്കിൽ 10,00,000 ഓർ 1 ബില്യൺ കസ്റ്റമേഴ്സിനായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് 1 ബില്യൺ കസ്റ്റമേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് ആവശ്യമായി വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് 1 ബില്യൺ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് 1 രൂപയ്ക്ക് വിറ്റാൽ പോലും നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് 1 ബില്യൺ ആണ്. അതാണ് ബിസിനസ്. അപ്പോൾ വിൽക്കുക, സെയിൽസ്. കച്ചവടം എന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ്. നമ്മുടെ എതിരെ നിൽക്കുന്ന കസ്റ്റമർ, കമ്മ്യൂണിക്കേഷൻ ത്രൂ ആ കസ്റ്റമറിന് എന്താണ് നമ്മുടെ സർവീസ് എന്നും നമ്മുടെ പ്രോഡക്റ്റ് എന്നും വിശദീകരിച്ച് ആ ഒരു പ്രോഡക്റ്റ്, സർവീസ് കസ്റ്റമറിനെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഒരു കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് തീർച്ചയായും മുന്നോട്ട് പോകൂ. കച്ചവടം എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ വിത്ത് കസ്റ്റമറാണ്. ഏതൊരു ബിസിനസ്സിനും ബേസിക്കായി വേണ്ട അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. കച്ചവടം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ് മുന്നോട്ട് പോകും. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോബ്ലം കസ്റ്റമറിന്റെ ജെന്യുവൻ ആയ ഒരു പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായും അവിടെ കച്ചവടം നടന്നിരിക്കും. കാരണം ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആ കസ്റ്റമർ തേടി നടക്കുന്ന സമയത്താണ് നിങ്ങൾ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നത്, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെങ്കിൽ കസ്റ്റമർ തീർച്ചയായും അത് പർച്ചേസ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്ത ഒരു മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. മാർക്കറ്റിംഗ്. എന്താണ് മാർക്കറ്റിംഗ്? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ബിസിനസ് ഓർ പ്രോഡക്റ്റ് ഓർ സർവീസ്, ഇതിനെപ്പറ്റി കസ്റ്റമറിന് അവയർനെസ് നൽകുക, ഒരു അറിവ് നൽകുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സർവീസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന് കസ്റ്റമറിനെ അറിയിക്കുന്ന പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഓഫ്ലൈൻ ആകാം, ഓൺലൈൻ ആകാം, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയോ സർവീസിനെ പറ്റിയുള്ള അവയർനെസ് കസ്റ്റമറിന് നൽകാൻ സാധിക്കും. മാർക്കറ്റിംഗ് എന്നത് ജസ്റ്റ് ഒരു അവയർനെസ് കൊടുക്കുക എന്നത് മാത്രമല്ല, ആ ഒരു പ്രോഡക്റ്റിലേക്ക് ഓർ സർവീസിലേക്ക് അട്രാക്ട് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാതെ ഒരിക്കലും നമുക്ക് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ വളരെയധികം ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഓൺലൈൻ മീഡിയാസ് കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതാണ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് ഓർ ബിസിനസ് നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഓർ സർവീസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് കസ്റ്റമറിനെ അറിയിക്കുന്ന
പ്രോസസ്സിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ മെയിൻ ടോപ്പിക്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? നെറ്റ്വർക്ക് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഇപ്പം നെറ്റ്വർക്ക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇന്റർനെറ്റ്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അധികം നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിലും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് MLM നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അതിനെപ്പറ്റി വിശദമായി അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ബട്ട് നിങ്ങളെല്ലാവരും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സോഴ്സ് ആയിട്ടായിരിക്കില്ല അറിഞ്ഞിരിക്കുന്നത്. ഒരു മണി ചെയിൻ തട്ടിപ്പ്, അതിലൂടെയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മുടെ ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ഇൻട്രൊഡ്യൂസ് ആകുന്നത്. അതിനുശേഷം ഏത് തരത്തിലുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാവരും ആ ഒരു മണി ചെയിൻ തട്ടിപ്പിലേക്ക് ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ അതുപോലൊരു മണി ചെയിൻ തട്ടിപ്പാണെന്ന് കരുതി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലധികം ശ്രദ്ധ കൊടുക്കാറില്ല. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിൽ ജോയിൻ ചെയ്യുന്നതിനായി ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പർച്ചേസ് നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കൂ. വളരെ വേഗത്തിൽ തന്നെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഈ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് പർച്ചേസിംഗ് ചെയ്യണമെന്ന് പറയുന്നത് കൊണ്ട് പലരും ഇതിനെ ഒരു തട്ടിപ്പായി കരുതി ജോയിൻ ചെയ്യാതെ പോവുകയാണ് പതിവ്. എന്നാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനെ പറ്റി അധികം പറയുന്നില്ല, കാരണം നമ്മൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊരു ഐഡിയ ബേസിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ എന്താണ് ചെയ്യുന്നത് അത് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ചെയിൻ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് ആ നെറ്റ്വർക്ക് ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഫ്രീ പ്ലാറ്റ്ഫോമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതൊരു തരത്തിലും കമ്പനി പണമായി ഏതൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫ്രീ പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ഇനി എന്താണ് ഡിസോക് മാർക്കറ്റ്? ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റലൈസ്ഡ് സോഷ്യൽ കൺട്രോൾഡ് സോഷ്യൽ മാർക്കറ്റിംഗ് നെറ്റ്വർക്ക്. അതാണ് ഡിസോക് മാർക്കറ്റ്. അതായത് വേറൊന്നും ഇല്ല, സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് ആ നെറ്റ്വർക്ക് ത്രൂ ഡിജിറ്റലൈസ്ഡ് ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക. അതായത് ഡിജിറ്റലൈസ്ഡ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഡിസോക് മാർക്കറ്റ്. തുടക്കമേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്താണ് ഒരു ബിസിനസ് എന്ന് ഞാൻ പറഞ്ഞു. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സൊല്യൂഷനെയാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡിസോക് മാർക്കറ്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം? നമ്മളിൽ പലരും പല ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിന് വേണ്ടത്ര മാർക്കറ്റിംഗ് ലഭിക്കാത്തതുകൊണ്ട്, കസ്റ്റമേഴ്സിന് അവയർനെസ് കിട്ടാത്തതുകൊണ്ട് വേണ്ടത്ര കച്ചവടം നടക്കാതെ പോയിട്ടുള്ള പല ബിസിനസ്സുകളും നമ്മുടെ കൺമുന്നിലുണ്ട്. അതായത് ആ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ബില്യൺസ് ഓഫ് വർത്തുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. എന്നാൽ പൂർണ്ണമായും ആ ഇമ്പാക്റ്റ് കസ്റ്റമേഴ്സിൽ എത്താത്തത് കൊണ്ട് സക്സസ് ആകാത്ത പല ബിസിനസ്സുകളും നമ്മുടെ കൺമുന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ബിസിനസ്സുകളെ കണ്ടെത്തുക, ആ ബിസിനസ്സുകൾക്ക് വേണ്ട പ്രൊമോഷൻസ് നൽകുക, മാർക്കറ്റിംഗിന് വേണ്ടി സഹായിക്കുക. അങ്ങനെ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നതാണ് ഡിസോക് മാർക്കറ്റ് ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡിസോക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, ഓൺലൈൻ ത്രൂ മാർക്കറ്റിംഗ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നതാണ് ഡിസോക് മാർക്കറ്റിംഗിന്റെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ആ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യേണ്ടതെന്നും ഇതിൽ ജോയിൻ ചെയ്യുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്ന ബെനിഫിറ്റുകൾ എന്താണെന്നും, എങ്ങനെ ഇതിൽ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം, എങ്ങനെ ഇതിൽ വർക്ക് ചെയ്യാമെന്നും അടുത്ത വീഡിയോയിൽ വിശദമായി നോക്കിക്കാണാം. നന്ദി, നമസ്കാരം.